ഒരു പരമ്പരയ്ക്ക് പ്രണാമം. ഇവിടെ സദസ്സിൽ ഇരിക്കുന്ന ഉദ്ഘാടകൻ ശ്രീ ഹരിപ്രസാദ് സ്വാമികൾ, ഇവിടെ മുഖ്യ ഭാഷണത്തിന് എത്തുന്ന അലക്സാണ്ടർ ജേക്കബ്, സ്വാമി നിത്യസ്വരൂപാനന്ദ, ശ്രീ ജെ അനിൽ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കളെ നമസ്കാരം. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സഭയിൽ മഹാനായിരുന്ന, അല്ലെങ്കിൽ കേരളം നാളിതുവരെ ദർശിച്ചിട്ടുള്ള അഖില ആത്മവിദ്യയുടെയും മൂർത്തരൂപമായിട്ടുള്ള ചട്ടമ്പിസ്വാമി തിരുവടികൾ എഴുതിയ, അദ്ദേഹം തയ്യാറാക്കിയ വേദാധികാര നിരൂപണം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സഭയാണ് ഇവിടെ നടക്കുന്നത്. സ്വാമി എഴുതിയ കാലഘട്ടമല്ല ഇപ്പോൾ ഈ കാലഘട്ടം. സ്വാമി ഇത് എഴുതുന്ന കാലത്ത് സംസ്കൃത ഭാഷ പോലും സാധാരണന്മാരായ, അതായത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ലാത്തൊരു കാലഘട്ടത്താണ് ഈ സംഗതി സ്വാമിജി പഠിച്ചിട്ട് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. സ്വാമിജി ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് ഒരു ജ്ഞാനാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ ഇക്കാലത്തും അതിനാവശ്യമായ ജ്ഞാനം നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ്, ഒരു മൂർച്ചയുള്ള ജ്ഞാന ആയുധം കൊണ്ട് മാത്രമാണ്, ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് മാത്രമാണ് ഒരു വിഷയത്തെ ഖണ്ഡിക്കാൻ കഴിയുകയുള്ളൂ. ചട്ടമ്പിസ്വാമികൾ അന്ന് ജനിച്ച സാമുദായിക പശ്ചാത്തലം വെച്ച് അദ്ദേഹത്തിന് വേദം പഠിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്കടമായിരിക്കുന്ന ആത്മജ്ഞാനത്തോളം ഉയർന്നു നിൽക്കുന്ന അന്വേഷണം, അഖില ശാസ്ത്രവും വിദ്യകളും കലകളും ഒക്കെ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, അത് അദ്ദേഹത്തെ ഈ വേദം പഠിക്കുന്നതിലേക്ക് എത്തിച്ചു എന്ന് നമുക്കറിയാം. സുഭാഷണാപാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആചാര്യന്റെ കൂടെ അന്നായി ഭാരതത്തിൽ ജീവിച്ചിരുന്ന അതിശ്രേഷ്ഠതമന്മാരായിരുന്ന ആചാര്യന്മാരിൽ അഗ്രേസരനായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ 4 വർഷം എന്ന് ചിലർ പറയുന്നു, ചിലർ 5 വർഷം എന്ന് പറയുന്നു, ചിലർ 6 വർഷം എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചാണ് അദ്ദേഹം വേദവും വേദാന്തവും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതെല്ലാം പഠിച്ചു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അത്രയധികം പഠിച്ചു എന്നാണ്. ആ വേദം പഠിച്ചപ്പോൾ അദ്ദേഹം ചട്ടമ്പിസ്വാമികൾ നിരൂപണം ചെയ്തതിനെ നമ്മൾ സസൂക്ഷ്മം ഇന്നും പഠിക്കേണ്ടതാണ്. പല നിരൂപകന്മാരും അദ്ദേഹം വേദം പഠിക്കുമ്പോൾ ആ വേദത്തെ വേദം കൊണ്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ള നിരൂപണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ചാതുർവർണ്ണയത്തെ നിഷേധിച്ചിട്ടില്ല.
ഇന്നാണെങ്കിൽ നിഷേധിക്കാൻ നമുക്ക്. ചാതുർവർണ്ണത്തിലെ അവർ പറയുന്ന അവരുടെ വ്യവസ്ഥ അനുസരിച്ച് തന്നെ സ്ത്രീക്ക് വേദം പഠിക്കാം. കാരണം സ്ത്രീ ഋഷിക വേദത്തിലുണ്ട്. ആംഭരണി സൂക്തമൊക്കെ പ്രസിദ്ധമായ ആംഭരണി സൂക്തമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഋഷികമാര് വേദത്തിലുണ്ടായിരുന്ന അദ്ദേഹം കണ്ടെത്തി. അതായത് ശൂദ്രൻ എന്ന് പറയുന്ന ആളുകൾ അവര് വേദത്തിൽ തന്നെ വേദം പഠിക്കുകയും ഋഷിമാരുടെ കൂടെ ഇരുന്ന് യാഗം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് അദ്ദേഹം കണ്ടെത്തി. വേദത്തെ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ കാലത്ത് നിലനിന്നിരുന്ന ശാസ്ത്രങ്ങളെ കൊണ്ട് തന്നെയാണ് ചട്ടമ്പി സ്വാമി ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ മറ്റുള്ളവർ ക്രിസ്തുമത സേവനം ബൈബിളിനെ ആധികാരികമാക്കിക്കൊണ്ട് തന്നെയാണ് നിരൂപണം ചെയ്തിരിക്കുന്നത്. പുറമേ നിന്നൊരു ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല. ഇന്ന് പലരും നിരൂപണം ചെയ്യുമ്പോൾ പുറത്തുള്ള ശാസ്ത്രങ്ങളെ ഉപയോഗിച്ച് നിരൂപണം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജ്ഞാനം നേടുക എന്നത് ഒരു മനുഷ്യന്റെ പരമമായിരിക്കുന്ന ഒരു സാധ്യതയാണ് എന്നാണ് ചട്ടമ്പി സ്വാമി പറയുന്നത്. വേദത്തിൽ തന്നെയുള്ളൊരു കാര്യം ഞാൻ ഇവിടെ പറയാം. ചരൺ വൈ മധുവിന്ദതി ചരൺ സ്വാദുമുദുംബരം സൂര്യസ്യ പശ്യശ്രയമാണം യോന തന്ത്രയതേ ചരൺ ചരൈവേദി പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദ മന്ത്രമുണ്ട്. അപ്പൊ ഇവിടെ ഇത് പറയുന്നത് തേടി നടക്കുന്നവന് തേൻ കിട്ടും. എന്തെങ്കിലും നമ്മൾ തേടുന്നവന് തേൻ കിട്ടും. സാധുള്ള അത്തിപ്പഴവും നടന്നേ നേടാനാവും. നടന്നാൽ തളരാത്ത സൂര്യന്റെ തേജസ് നോക്കുക. മുന്നോട്ട് നടക്കുക. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഈ തേൻ തേടണമെങ്കിൽ അത് അന്വേഷിക്കണം. സ്വാദുള്ള അത്തിപ്പഴം തേടണമെങ്കിൽ അന്വേഷിക്കണം. നമ്മൾ മുന്നോട്ട് നടക്കുക. ചരയിലേരി. ചട്ടമ്പി സ്വാമികളെ നമ്മൾ നിരീക്ഷിച്ചാൽ അദ്ദേഹം ഓരോ ജ്ഞാനത്തിന്റെയും പിന്നാലെ അന്വേഷിച്ച് തേടി മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ ഈ അധ്യക്ഷ ഭാഷണത്തിൽ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വേദം നമ്മളെല്ലാം കാണാതെ പഠിക്കണം, വേദം സ്വരിപ്പിച്ച് ചൊല്ലണം എന്നൊന്നും ചട്ടമ്പി സ്വാമി സാധാരണക്കാരോട് പറഞ്ഞില്ല. ഈ വേദം പഠിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞതിനെ നിഷേധിക്കാനാണ് ചട്ടമ്പി സ്വാമി ഈ ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വേദം പഠിക്കണം. ഇപ്പൊ വേദമൊക്കെ മേടിക്കാൻ കിട്ടും, മലയാള മനോരമയിൽ മേടിക്കാൻ കിട്ടും. എത്ര പേര് വേദം പഠിക്കുന്നു? ഈ വേദത്തിന്റെ ഉപയോഗം എന്താ? വേദത്തിന്റെ ജ്ഞാനാർത്ഥം തന്നെ ഭൂമിയിൽ ഇല്ലാതെയായിട്ട് ആയിരക്കണക്കിന് വർഷമായി. ഇന്ന് നമ്മൾ വേദത്തിന്റെ കർമാർത്ഥമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പുമണ്ണയൊക്കെ എഴുതിയ വേദം നിങ്ങൾ വായിച്ചു നോക്കരുത്. വേദം അത് ഉറപ്പാടെ ഇല്ലത്ത് പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കർമാർത്ഥമാണ്. എങ്ങനെ യാഗം ചെയ്യണം, എങ്ങനെ സേനസ്ഥിതി ഉണ്ടാക്കണം, എങ്ങനെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്താ പറയുക? നിങ്ങളെല്ലാവരും ഇപ്പോൾ യാഗം ചെയ്യാൻ പോകുന്നുണ്ടോ? പക്ഷേ വേദം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അതാണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത്. ഇനി നമ്മളൊന്ന് നോക്കൂ, ഈ വേദത്തിന്റെ ജ്ഞാനാർത്ഥം എന്തുകൊണ്ട് നഷ്ടമായി? മഹർഷി അരവിന്ദൻ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ ഹ്യൂമൻ സൈക്കിൾ, ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചറും ഒക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ ജ്ഞാന പരമ്പര എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം അത് പറയുന്നത് വേദിക് ഏജ്, വേദകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ, ഈ വേദത്തിന്റെ ജ്ഞാനാർത്ഥം, വേദത്തിന്റെ ഓരോ മന്ത്രങ്ങളുടെയും ഋതുക്കളുടെയും യജുസുകളുടെയും ഒക്കെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായും അറിഞ്ഞിരുന്ന ഒരു കാലം. അത് കഴിഞ്ഞ് അർത്ഥം നഷ്ടപ്പെടാനായപ്പോൾ ഈ വേദാർത്ഥം കയ്യിലുണ്ടായിരുന്ന ആളുകൾ പ്രരൂപങ്ങളിലേക്ക് മാറ്റി, സിംബൽസിലേക്ക് മാറ്റി. എന്ന് നമ്മൾ പിന്നീട് ഈ റിസർച്ചിലൊക്കെ കണ്ടെത്തിയത് ഈ സിംബൽസാണ്. പ്രരൂപങ്ങളെ കണ്ടെത്തി. ആ പ്രരൂപങ്ങൾ
ആ പ്രരൂപ കാലഘട്ടത്തിൽ നിന്നും അതും മനസ്സിലാവാതെ പോയപ്പോഴാണ് കൺവെൻഷണൽ ഏജ് എന്ന് മനുഷ്യരൻ പറയുന്നു. മാമൂൽ കാലഘട്ടം. ഇപ്പൊ മാമൂൽ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാമൂൽ കാലഘട്ടത്തിൽ എൻ്റെ ഏതോ ഒരു പൂർവികൻ വാജ്പേയി യാഗം ചെയ്തു, അതുകൊണ്ട് ഞാൻ വാജ്പേയി. ഏതോ ഒരു പൂർവികൻ 2 വേദം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ദ്വിവേദി. 3 വേദം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ത്രിവേദി. 4 വേദം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചതുർവേദി. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കലപാടി എന്ന് പറയും. എന്ത് പ്രയോജനം? ആകെ അറിയാവുന്ന ഈ ഗായത്രി മന്ത്രം മാത്രം, അതന്നെ അക്ഷരം തെറ്റാതെ പാടാൻ അറിഞ്ഞൂട, ചൊല്ലാൻ. അത് തന്നെ ചൊല്ലില്ല. അവരെയാണ് ഈ വേദം ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറഞ്ഞ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. അവർക്കാണ് ഇതിന്റെ അധികാരം എന്ന് സ്ഥാപിക്കാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കി, നമ്മൾ കൺവെൻഷണൽ ഏജിലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭാഗവതം വായിക്കുന്ന ആളുകൾ, ഇവിടെ ഭാഗവത സപ്താഹങ്ങളുടെ നാടാണല്ലോ നമ്മുടെ നാട്. ഇപ്പൊ ഞാനൊരാളുടെ ജോലി, ഭാഗവതം നിങ്ങൾ സന്ധ്യ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ പ്രസംഗിക്കാൻ ആളുകളൊക്കെ വരും. വൈകുന്നേരം കഞ്ഞി കൊടുക്കുന്ന ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് കേട്ട് പോവാം. അത് പറ്റില്ല. ഭാഗവതം പകലേ വായിക്കാവുള്ളൂ, സൂര്യനോടൊപ്പം മാത്രമേ വായിക്കാവുള്ളൂ. അതെന്താ, ഭാഗവതം കഴിക്കുമോ? നിങ്ങളെ പിടിച്ച് കഴിക്കുമോ? അപ്പൊ സുഖപ്രദർശി അങ്ങനെയാണ് വായിച്ചത്. അന്ന് സൂര്യൻ മാത്രമേ ഉണ്ടാവുന്നത്. വായിക്കണമെങ്കിൽ കണ്ടാണെങ്കിൽ സൂര്യൻ വേണം. ഇപ്പൊ നല്ല ലൈറ്റൊക്കെ ഇല്ലേ, നല്ല നിയോൺ ബൾബൊക്കെ ഇല്ലേ. കൺവെൻഷണൽ ഏജിലാണ് നമ്മളിപ്പോഴും. എന്നിട്ട് നമ്മൾ ചട്ടമ്പി സ്വാമിയുടെ പുസ്തകം പഠിക്കുവാണ് പഠിക്കുന്നത്. നമുക്ക് കിട്ടിയ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ പുസ്തകം നമ്മൾ പഠിക്കുകയല്ല ചെയ്യുക. അവർ ആധാരമാക്കി മാറ്റി അതിൽ തൊടാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ ഭാഗവതം പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത്. ചിദാനന്ദപുരി സ്വാമികൾ ഇതിൽ എഴുതി, തുറന്നെഴുതി, ഇനി കൃഷ്ണൻ മരിച്ചു, ഇനി എല്ലാവരും പോയി ബലിയിട്ടിട്ട് വാ, കുളിച്ച്. ചാത്തോട്ടയിലേക്ക് വരായി ഭാഗവതം. ചിദാനന്ദപുരി സ്വാമി സങ്കടത്തോടുകൂടി എഴുതി. ഇതാണ് ഇപ്പോഴത്തെ ഏർപ്പാട്. കൺവെൻഷണൽ ഏജ്. ഈ കൺവെൻഷണൽ ഏജ് ഇത്രയധികം ദുഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. നാരായണീയം പഠിപ്പിച്ചിട്ട് നമ്മളോട് പറയാണ് മോക്ഷം കിട്ടുന്നു. നാരായണീയത്തിൽ പട്ടതിരിപ്പാട് എൻ്റെ വാതരോഗം മാറ്റണേന്നാണ് പ്രാർത്ഥിച്ചത് മുഴുവൻ. മോക്ഷ പ്രാർത്ഥനയില്ല. ഭാഗവതത്തിൽ മോക്ഷ സങ്കല്പമുണ്ട്. ഞാനിതൊന്നും വിമർശിക്കണ്ട. നാരായണീയം പഠിക്കുന്നത് നല്ലതാണ്. ഏറ്റവും മനോഹരമായ കൃതിയാണ്. സാഹിത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയായിരുന്നു. പക്ഷെ നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഇനി നമ്മൾ വേദാന്തം ജ്ഞാന വിഷയമാണല്ലോ. അതുകൂടി പറഞ്ഞ് ഞാനിവിടെ സംസാരിക്കാനുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു എനിക്ക് കൂടുതൽ എടുത്തേക്കാൻ നോക്കുന്നത്. ഈ ബ്രഹ്മവിദ്യാ വിഷയങ്ങളെല്ലാം പഠിച്ചിട്ട് അത് പ്രസംഗിക്കാനുള്ള വേദി സൃഷ്ടിച്ച് അത് പ്രസംഗിച്ച് അത് കേട്ട് ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേദാന്തത്തിൽ PhD ഉള്ളവർ കേരളത്തിൽ എത്രയാണെന്ന് കണക്കെടുക്കാൻ പറ്റാത്ത അത്രയുണ്ട്. എന്നിട്ട് ഈ ആത്മജ്ഞാനം കിട്ടിയോ? അനുഭവം ഉണ്ടായോ? അപ്പൊ വേദാന്ത വിഷയജ്ഞാനം ആർക്കും ആവശ്യമില്ല. വേദാന്തം മതി. വേദാന്തം എന്ന് പറയുന്ന ശാസ്ത്രം എങ്ങനെ ചർച്ച ചെയ്യാം, അതെങ്ങനെ പഠിപ്പിക്കാം, അതിലെ പ്രമാണങ്ങൾ പഠിപ്പിക്കുക, പ്രക്രിയ പഠിപ്പിക്കുക, അത് കൂലങ്കഷമായി ചിന്തിക്കുക, മനന വ്യത്യാസങ്ങളിലൂടെ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുദേവനും ആ അതിലൊന്ന് എത്തിച്ചേരാം എന്നുള്ള ഒരു ആശ, ആഗ്രഹം, ഒരു തീരുമാനം, പ്രതിഷ്ഠാപന സഭയാണിത്. ഒരു 10 പേർക്കുള്ള കൂടിയിരിക്കുന്നവർക്ക് ആത്മജ്ഞാന വഴി സഞ്ചരിക്കുന്നവർക്ക് ഞാൻ ശ്രാവണത്തിന് മുമ്പ് ഈ ജ്ഞാനാനുഭവം സ്വയമായി അനുഭവിക്കും, സമാധി അനുഭവം എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് തീരുമാനിക്കാൻ വേണ്ടി വേദാന്തം ചർച്ച ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ആളുകൾ 10 പേരെങ്കിലും ഈ ചർച്ച നിർത്തിയിട്ട് ചട്ടമ്പി സ്വാമി എന്ന വാക്യത്തിലേക്ക് മടങ്ങി വരണം. ജ്ഞാനത്തിന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരണം. സത്യയുഗത്തിന്റെ കാലത്തിലേക്ക് തിരിച്ചു വരണം. കൺവെൻഷണൽ ഏജിൽ നിന്ന് എന്താണ് വേദാന്തത്തിൽ ചട്ടമ്പി സ്വാമി പറയുന്നത്? വേദാന്തം പ്രസംഗ വിഷയമല്ല, വേദാന്തം അനുഭവ വിഷയമാണ്. അതുകൊണ്ട് പ്രസംഗിക്കാനുള്ളതല്ല എന്നാണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത്. എന്തുകൊണ്ട്? പ്രസംഗിക്കുന്ന ആർക്കും വേദാന്തത്തിന്റെ ഈ ജ്ഞാനം ലഭ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുക.
പ്രസംഗ വിഷയം മാത്രമാക്കി അതിനെ മാറ്റി, പഠിപ്പിക്കുന്ന വിഷയം മാത്രമാക്കി മാറ്റി. എനിക്ക് ഈ ബോധമൊന്ന് അനുഭവിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു. എന്നീ പ്രതിഷ്ഠാപന സഭയിൽ എനിക്ക് ഈ സഭയോട് പറയാനുള്ളത്, ചട്ടമ്പി സ്വാമിയുടെ സാന്നിധ്യത്തിൽ പറയാനുള്ളത്, ഈ ജ്ഞാനം ആർജിക്കുന്ന ഒരു 10 പേരെങ്കിലും ഈ ശതാബ്ദി വർഷത്തിൽ അത് പഠിപ്പിച്ചെടുത്ത് അനുഷ്ഠാനങ്ങൾ ചെയ്ത് ശുദ്ധീകരിച്ച് അവന്റെ എല്ലാ കർമ്മവാസനകളെയും ശുദ്ധീകരിച്ച് അനുഷ്ഠാനത്തിൽ പ്രവേശിപ്പിച്ച് ഈ ജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാക്കുന്ന ഒരു ബ്രഹ്മവിദ്യാപീഠം ഈ ചട്ടമ്പി സ്വാമി സമാധി സ്ഥലത്ത് ഉയർന്നു വരണമെന്ന ഒരാഗ്രഹം ഈ പ്രതിഷ്ഠാപന സഭയിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. നന്ദി. ചട്ടമ്പി സ്വാമി എന്ന പാദത്തിന് എൻ്റെ നമസ്കാരം. ശ്രീ സത്യു സ്വാമി നാരായണ സരസ്വതിയുടെ പാദത്തിന് നമസ്കാരം. ശ്രീ വിഷ്ണുമോഹൻ സ്വാമിയുടെ പാദത്തിന് നമസ്കാരം. സ്വാമിജിയുടെ നമസ്കാരം. അമ്മയുടെ പാദത്തിന് നമസ്കാരം. ഇവിടെ വന്നിട്ട് എല്ലാ ചട്ടമ്പി സ്വാമി ഭക്തന്മാരുടെ നമസ്കാരം. ഞാൻ മലയാളിയാണ്, പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്. ഫ്ലൂവൻ്റായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഗിരീഷ് പെർമിഷൻ തന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. So I'm very happy for this opportunity. I have to thank Girish. I have to thank my Purvashma Nedu Padmanabhan Nair, and also Sri Hari Krishnan, who has translated this book so well, and which has been so invaluable for me to read. ഇപ്പോൾ ഈ സമയത്ത് വേദം പഠിക്കാൻ ആർക്കാണ് അധികാരമുള്ള അവിടെ ഒരു കോൺട്രവേഴ്സി അത്ര ഇല്ല. ബിക്കോസ് എല്ലാം യൂട്യൂബിലാണ്, എല്ലാം ഇൻ്റർനെറ്റിലാണ്. ഇൻ്റർനെറ്റിൽ എല്ലാം എഴുതിയില്ല. യൂട്യൂബിലെ ശ്ലോകങ്ങൾ ശുദ്ധങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് തെറ്റായിട്ട് പഠിക്കാം. ഒരു ഗുരു വേണമെന്ന് ഇല്ല ഈ കാര്യത്തിൽ. ഞാൻ ഒരാൾക്ക് മന്ത്രോപദേശം കൊടുത്തു. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, സ്വാമിജി ഇങ്ങനെയാണ് മന്ത്രം കാട്ടാൻ. പക്ഷേ ഇൻ്റർനെറ്റിൽ വേറെ 2 വേർഷൻസ് ഉണ്ട്, ഏതാണ് ഞാൻ പഠിക്കേണ്ടത്. പക്ഷേ ചട്ടമ്പി സ്വാമിയുടെ കാലത്തിൽ കുറച്ച് ഡിഫറെൻ്റായിരുന്നു. വേദം പഠിക്കാൻ എല്ലാവർക്കും അധികാരം ഉണ്ടോ കോൺട്രവേഴ്സി ആയിരുന്നു. So he has very strongly and bravely written this book.
വേദാധികാരം അതിൽ അതിൽ വേദത്തിൻ്റെ മീനിങ് എന്താണ് എഴുതിയത്. And he has gone step by step ഇങ്ങനെ ബ്രാഹ്മണന്മാർക്ക് മാത്രം പഠിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് ക്ലിയറായിട്ട് ഒരു ആൻറ്റി ബ്രാൻഡ് ഫീലിംഗ് അല്ല അദ്ദേഹത്തിന്. ഈ ജസ്റ്റ് വാണ്ട് ടു ടീച്ച് ദ ട്രൂത്ത്. സോ അങ്ങനെ അശ്വപതി മഹാരാജ ശ്വേതകേതുവിന് കാര്യം കൊടുത്തത്. എങ്ങനെയാണ് അവർ ഋഷിമാർ മഹാരാജാൻ്റെ അടുത്ത് സമിത്പാണിയായിട്ട് പോയിട്ട് ശരണാഗതി ചെയ്തിട്ട് പഠിച്ചത്. സമിത്പാണി എന്താ? സമിത് ഹോമകുണ്ടത്തിൽ ഇടുന്ന ഒരു ദ്രവ്യമാണ്. സോ ആ ഞങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് ശരണാഗതി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടത്തിൽ ഇടുന്ന സമിത്ത് ഞങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ടോട്ടലി ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ ഗുരുവിൻ്റെ ഗുണമാണ്, ഫാമിലിയാണ്, ഞങ്ങൾ സെപ്പറേറ്റ് അല്ല. സോ അതുകൊണ്ടാണ് സമിത് പാണിന്ന് എപ്പോഴും ഉപനിഷത്തിൽ പറയും. സമിത് പാണി ആണെങ്കിൽ എനിക്കും എൻ്റെ ഗുരുവിന് വ്യത്യാസമില്ല. ഗുരുവിൻ്റെ ഇൻട്രസ്റ്റാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അങ്ങനെ ശരണാഗതി ചെയ്യുന്ന ആൾക്കാർക്കാണ് സമിത് പാണിയായിട്ട് കയ്യിൽ വെച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കാം, അത് വേറെയാണ്. പക്ഷെ മനസ്സുകൊണ്ട് കൊടുക്കുന്നത്, ഭക്തിയോട് കൊടുക്കുന്നത് അത് വേറെയാണ്. സോ എങ്ങനെയാണ് ഈ ബ്രാഹ്മണന്മാർ, ഈ ഋഷിമാർ പോയി മഹാരാജാവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അവർ ശരണാഗതി ചെയ്തു. അപ്പോൾ മഹാരാജ പറഞ്ഞു, ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യാം ഋഷിമാരായിട്ട്. ക്ഷത്രിയമാർക്ക് പഠിപ്പിക്കാൻ അധികാരമുണ്ടാകും. വേറെ ചില ആൾക്കാർ പറയും ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ അധികാരം പഠിപ്പിക്കാൻ. പക്ഷേ ഭഗവാൻ ഗീതയിലാണ് എന്നെ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു, ഏവം പരമ്പര പ്രാപ്തിനും രാജഋഷിയൊരു. ഇങ്ങനെ ഈ പരമ്പരയിൽ രാജഋഷിമാർക്ക് ഞാൻ പറഞ്ഞു തന്ന യോഗ അവർക്ക് കിട്ടി. ഞാൻ അർജുന നിനക്ക് ഈ യോഗ തന്നെ, ആ യോഗ തന്നെ ഞാൻ പറഞ്ഞു തരാം. എല്ലാ പോയിന്റിൽ ശ്രീ വിദ്യാർത്ഥി രാജ ശ്രീ കപ്പലി സ്വാമികൾ കൂടുതലായിട്ട് ക്ലിയറായിട്ട് ആർഗ്യുമെന്റ്സ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് വളരെ ക്ലിയറായിട്ട് പറയുന്ന, ഇന്നത്തെ പ്രശ്നമാർക്കും ഇങ്ങനെ എഴുതാൻ പറ്റില്ല, അത്ര ക്ലിയറായിട്ട് എഴുതുന്നില്ല. പോയിന്റ് ബൈ പോയിന്റ്, ആർഗ്യുമെന്റ് ബൈ ആർഗ്യുമെന്റ് എഴുതിയില്ല. ഇത് കിട്ടിയത് ഞാൻ വായിച്ചു. ചിത്രം ഹരികൃഷ്ണൻ അയച്ച ഉടനെ ഞാൻ വായിച്ചു. ഇന്നലെ ഞാൻ വായിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി ഉറക്കം വന്നില്ല. ഞാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ഞാൻ 1 മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിക്ക് എത്തിച്ച് തിരിച്ച് വായിക്കാൻ തുടങ്ങി. അത്ര ചാണ്ടൂർ വൃക്ഷത്തിൽ 2 ഇൻസിഡൻസ് സ്വാമികൾ ഡിസ്കസ് ചെയ്യുന്ന
ഇന്ന് സത്യഭാമ ജാഗരാൻ്റെ കഥ. സത്യഭാമ ജാഗര ഋഷിയുടെ അടുത്ത് പോയി പറഞ്ഞു, എന്നെയും കേട്ടോളൂ, ഞാനും വീണ്ടും പഠിക്കണമല്ലോ. അച്ഛൻ ആരാ, ടീച്ചേഴ്സ് ആരാ, ഫാമിലി ആരാ, എനിക്കറിയാം, പോയി ചോദിച്ചോളൂ. എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മ മാത്രമേ. പോയി അമ്മയുടെ അടുത്ത് ചോദിച്ചോളൂ. അപ്പോൾ സത്യഭാമ പോയി അമ്മ ജാഗരാൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ സ്ത്രീ വിഷമിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ കുറേ വീട് ജോലി ചെയ്തു. ഞാനൊരു ജോലിക്കാരിയായിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് ജോലി ചെയ്തു. പക്ഷെ ആരാ എൻ്റെ അച്ഛൻ എനിക്ക് പറയാൻ പറ്റില്ല. നിൻ്റെ പേര് സത്യകാലനാണ്, എൻ്റെ പേര് ജാഗരാണ്. സത്യകാല ജാഗരാണ് പറഞ്ഞു. ആ കുട്ടി ധൈര്യമായിട്ട് പോയി എല്ലാവരും മുമ്പിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഗൗതമ ഋഷി പറഞ്ഞു, നീയാണ് ബ്രാഹ്മണൻ. ഒരു ബ്രാഹ്മണനല്ലാതെ ഇത്ര മോറൽ കറൻസ് ഉണ്ടാവില്ല, ഇത്ര ധൈര്യം ഉണ്ടാവില്ല പറയാൻ. എൻ്റെ അച്ഛൻ ആരാ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൂടി അറിയില്ല. ഇത് പറയാൻ ഇത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഒരു ബ്രാഹ്മണനാണ്. പരബ്രഹ്മൻ്റെ ശക്തിയുള്ളവരാണ് ബ്രാഹ്മണര്. സോ പരബ്രഹ്മം സത്യദേവ ജയതേ ദാനത്ത സത്യേന ഭർത്താഹി പിതരോ ദേവയാ. അങ്ങനെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദേവന്റെ മൊഴിയാണ് സത്യം. സോ അത് സത്യമേവ സത്യകാമ ജാഗരി പറഞ്ഞപ്പോൾ ദേവന്റെ വഴിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഗൗതമ ഋഷിക്ക് ഗൗതമ ഋഷി അക്സെപ്റ്റ് ചെയ്തു. ഗൗതമ ഋഷി പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ്റെ ധൈര്യമാണെന്ന് നീ കാണിക്കണേ. നീ ഒരു ബ്രാഹ്മണനാണ്, തിരിച്ചു നീ എൻ്റെ ശിഷ്യനാണ്, ഞാൻ എപ്പോഴും ചിരിത്തരാൻ പഠിച്ചോളാം. മറ്റേ ഭാഷക്കാരൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയില്ല. ചട്ടമ്പി സ്വാമി അവര് അനാലിസിസ് അവരിങ്ങനെ അങ്ങനെയൊക്കെ തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടാമത്തെ സ്റ്റോറി ജാനിഷത്തും പൗത്രായാണ്. ജാനിഷത്തെ മഹാരാജാൻ്റെ മകൻ്റെ മകൻ്റെ മകൻ ഒരു മഹാരാജ ഉണ്ടായിരുന്നു. ഒരു നല്ല മഹാരാജായിരുന്നു. എല്ലാവരും നല്ലോണം എല്ലാവർക്കും നല്ലത് ചെയ്യും. എല്ലാ സ്ഥലത്തിലും ബോർഡുണ്ടാക്കി, എല്ലാ സ്ഥലത്തിലും കിണറ്റ് ഉണ്ടാക്കി, ഭക്ഷണം അന്നശാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നദാനം ചെയ്യും. എനിക്കായിട്ട് മനസ്സിലൊക്കെ ഒരു ചെറിയ ആത്മാവുണ്ട്. എല്ലാ സ്ഥലത്തിലും എൻ്റെ ഭക്ഷണമാണ് കഴിക്കാൻ. ഇപ്പോൾ കുറച്ച് ഋഷിമാർ പോകുമ്പോൾ അവർ പറഞ്ഞു, അടുത്ത് പോകുന്ന അവിടെ ജാനിഷത്ത് പൗത്രയാണ് എൻ്റെ
അദ്ദേഹത്തിൻ്റെ ശക്തി നിന്നായിരിക്കും. അപ്പോൾ മറ്റേ ഋഷി പറഞ്ഞു, ആരാ ഈ ജാനശക്തി പോകാൻ എന്ത് ശക്തിയുള്ളതാണ്? റൈക്വൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ജാനശക്തി പോക്കലായ ഒരു ആളവും ഇല്ലാത്തൊരു മൂക്ഷയായിരുന്നു. പക്ഷെ അതിനെ മനസ്സിലാക്കി പറഞ്ഞു, റൈക്വ ഒരാളുണ്ട്. റൈക്വ ഒരു ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി പഠിക്കാം. അവിടെയാണ് പഠിപ്പിച്ച് തെളിയിച്ചത്. അവിടെ പോയി ചോദിച്ചു, റൈക്വ അവിടെ റൈക്വ കണ്ടുപിടിച്ചു. റൈക്വ ഒരു 2 കുതിരവണ്ടിൻ്റെ അടുത്ത് അടിയിലിരുന്നിട്ട് ചെവിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇതായിട്ട്. അപ്പോൾ ശ്രീ ഗോപരായ മഹാരാജ അവിടെ പോയി കുറേ സ്വർണ്ണവും കുറേ സാധനങ്ങൾ പോയി കാത്തു വെച്ചിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഉപാസിക്കുന്നത്, അതെങ്ങനെയാണ് ഉപാസിക്കുന്നത് എനിക്കറിയാം. റൈക്വ പറഞ്ഞു, ശൂദ്രൻ കൊണ്ടുപോയിക്കോളൂ, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. കുറച്ച് പിരിയുണ്ട്. ഞാൻ മഹാരാജയാണ്, ഞാൻ ദക്ഷിണ കൊടുത്താൽ എന്നെ പഠിപ്പിച്ചു. ഈ ശൂദ്രൻ എന്നൊരു വാക്ക് വരുന്നത് ചില ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്, ഇദ്ദേഹം ഒരു ക്ഷത്രിയാണ്, എങ്ങനെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്? ശൂദ്രന് രാജാക്കളുണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യായിരുന്നു ശൂദ്രനായിരുന്നു. ജന്മനാം ജായത്തെ ശൂദ്ര, ജന്മനാം വീഴ്ച. സ്വാമികളും ഇത് കൂട്ടിയുണ്ടായിരുന്നു. മണി പറഞ്ഞത് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരായാണ്. അവരുടെ ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ ബീജം ഉണ്ടാകും. പിന്നീട് അവർ ശൂദ്രനായിരിക്കുക. ചില ആൾക്കാർ പറയേണ്ടത് അല്ല, ഈ കർമ്മങ്ങൾ ഉപനയന കർമ്മങ്ങളൊക്കെ ചെയ്താൽ അപ്പോൾ അവർ ബ്രാഹ്മണനാകും. പക്ഷെ അതങ്ങനെയാണ്. ബ്രാഹ്മണത്വം ചില ക്വാളിറ്റീസാണ്. എൻ്റെ ഗുരു ഒരു പ്രാവശ്യം ചോദിച്ചു, ഒരു കൊലയിനെ പിടിച്ചിട്ട് അതിന് ഉപനയനം ചെയ്താൽ അത് ബ്രാഹ്മണനാകും? ബ്രാഹ്മണനാകില്ല. സോ ഈ പൂജകർമ്മങ്ങൾ മാത്രം എന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതാണ് നിങ്ങൾ വീര്യമാരാക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ആത്മീക ലെവലിലാണ് പറഞ്ഞത്. ശൂദ്രൻ എന്താ ചെയ്യാം, സാധനങ്ങൾ വിടുന്ന അവിടെ കൊണ്ടുപോയി വയ്ക്കും. അവിടുന്ന് വില യജമാൻ പറഞ്ഞ വില ജോലികളൊക്കെ ചെയ്യും. പക്ഷെ സ്വന്തം ഇനിഷ്യേറ്റീവില്ല. അങ്ങനെ കൃഷിക്കാർ പറഞ്ഞത് കേട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതവിടെ നടന്ന റൈക്വാൻ്റെ അടുത്ത് ഇതൊക്കെ പഠിച്ചു, എന്നെ പഠിപ്പിക്കുന്നു. ചട്ടമ്പി സ്വാമികൾ ഈ കാര്യം വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാമികളുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. There is no
ഭാഷ ഈക്വൽ ടു ദിസ് ചട്ടമ്പി സ്വാമികൾ എടുത്തിട്ട് ശങ്കര ഭാഷ വായിച്ചിട്ടുണ്ട്, രാമാനുജന്റെ ഭാഷ വായിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ എക്സ്പ്ലനേഷൻ അതിൽ ആരും അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വേദത്തിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് എഴുതുന്നില്ല. സോ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. സോ ഞാൻ കുറച്ച് എൻ്റെ ഇതിൻ്റെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ മഹാരാജ അവിടെ പോയി കുറേ കണ്ടെങ്കിലും പഠിത്തമൊക്കെ പഠിച്ചിട്ട് ഇത് എൻ്റെ മകളാണ്, നിങ്ങൾക്ക് ഭാര്യയാണ്, എൻ്റെ ദേശം പകുതി നിങ്ങൾ വ്യക്തമാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഉപാസന ദൈവത്തെ എനിക്കറിയണം, ആ ഉപാസന ക്രമം എനിക്ക് പഠിക്കണം. അപ്പോൾ മഹർഷി ആ കുട്ടീൻ്റെ വിളിച്ച് പറഞ്ഞു, ഇതാണ് പഴി നിങ്ങൾക്ക് പറയാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മഹാരാജ ആക്കിയതിനൊക്കെ പോയി എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ കുട്ടി തരാൻ, എനിക്ക് രാജ്യമുണ്ട്, രാജ്യം തരാൻ ഞാൻ എന്താ തന്നിട്ട് ശരണാഗതിയായിട്ട് ശിഷ്യത്തെ ശാദി മാത്രം പ്രപന്നം അർജുന പറയണ്ടേ ഗീതയില് കൃഷ്ണൻ്റെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. റൈക്കോൻ്റെ അടുത്ത് മഹാരാജ പറയുന്നത്. അപ്പോൾ റൈക്ക പറയുന്നത് ശൂദ്ര ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. തിരിച്ച് ശൂദ്ര പറയുന്നത്. ശങ്കര ഭാഷ്യത്തിൽ ശുചാത് അദ്രാവതി ഇത് ശൂദ്ര. ക്ഷേത്രക്കാരനെ കൊണ്ട് ഇവിടെ അവിടെ ഓടുന്ന ആൾക്കാരാണ് ശൂദ്രകാരൻ. അത് കറക്റ്റാണ്. അത് പറ്റി ഞാൻ വിചാരിക്കുമ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഓർമ്മ വന്നു, സ്വാമി അമ്മയുടെ പൂർവാശ്രമ മകൾ എൻ്റെ പൂർവാശ്രമ നെഹ്റു പത്മനാഭൻ പറഞ്ഞു എന്നോട് ഞങ്ങൾ ഡിസ്കസിങ് സബ്ജക്റ്റ്. അപ്പോൾ പതിവ് പറഞ്ഞു എന്നോട് അയാൾക്ക് പണം ഉണ്ടാക്കണം, അനുഭവിക്കണം, ചെലവാക്കണം, എൻജോയ് ചെയ്യണം, പണം ഉണ്ടാക്കണം, അങ്ങനെ ആ സൈക്കിൾ മാത്രമായിരുന്നു. സഹസ്രനാമത്തിലെ എൻ്റെ ഫലസ്ഥിതിയിൽ പറയുന്ന ശൂദ്ര സുഖവാക്കിയാണ്. ശൂദ്രനായ മൈൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്യാത്തായിട്ടാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ അവിടെ ഒക്കെ ഈ സംസ്പർശക ഭോഗ ദുഃഖയോനി ഏതൊക്കെ ആദ്യത്തെ അർത്ഥ കൗത്തെ ആ ലഭ്യക്ക് അവിടുത്തെ ബുദ്ധിയുള്ള അവർ സംസ്പർശക contact between the senses and the sense objects, between the mind and the mental objects, between the heart and the things which we are attached to. ഈ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ദുഃഖമേ വരുന്നു. പക്ഷെ മെന്റലി അണ്ടർ പീപ്പിൾ അതിനങ്ങനെയാണ്. ആദ്യം ഈ ഡിസയർ ഉണ്ടാവും, അത് അപ്പോൾ അത് കണ്ടിട്ട് അത് ഒന്നുമില്ല, മനസ്സിന് സങ്കടം വരും. അപ്പോൾ തിരിച്ച് വേറെ എന്തെങ്കിലും പിന്നെ പോകണം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് വേറെ ഡിഫറെൻറ്റ് ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ഓബ്ജക്ട്സിൻ്റെ പിന്നോട്ടൊക്കെ പോയിട്ട് അവർക്ക് ദുഃഖമേ ഉണ്ടാവുക. ദേശീയ അവതരിച്ച ബുദ്ധിയുള്ള ആൾക്കാർ
ജ്ഞാനമുള്ള ആൾക്കാർ അതിന് സന്തോഷം ഉണ്ടാവുന്ന അവർ വിചാരിക്കുന്നത്. അതാണ് ശുദ്ധാചന്ദ്രവത്തി ആദിശങ്കരൻ പറയുന്നത്. ഈ പുസ്തകത്തിന് വേറെ ആരും വേണ്ടാത്ത പോയിന്റ്സ് ഉണ്ട്. കവസ മഹാഋഷിയുടെ കഥ, ഇത്ര ഋഷിമാര് ശൂദ്രന്മാരായിരുന്നു, അവർ ശുദ്ധങ്ങൾ എഴുതി 4 മഹാവാക്യങ്ങളുണ്ട്, പ്രജ്ഞാനങ്ങളുണ്ട്. അത് ശൂദ്രൻ്റെ മഹാവാക്യമാണ്. അപ്പോൾ ശൂദ്രന് വേദം എഴുതാൻ പക്ഷെ പറയാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. അതാണ് അദ്ദേഹം This is a very valuable book. Harikrishnan, he has done a wonderful job. വായിക്കാൻ നല്ല പുസ്തകം കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷിൽ കൊണ്ടുവന്നില്ല. ഇല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ആൾക്കാർ വായിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നത്. ഇങ്ങനെ എല്ലാ ലാംഗ്വേജിലുള്ള ശ്രീ ചട്ടമ്പി സ്വാമികളുടെ പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കിട്ടണം. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവും. ശ്രീ സത്പുരാക്രമസ്തു ശ്രീകൃഷ്ണാക്രമസ്തു നാരായണ. ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രവന്ദ്യം ഭഗവോപവൈദ്യം ശ്രീമദ്ഗുരും സന്തതമാനതോസ്മി. ഈ വേദിയിൽ പ്രമുഖരായിരിക്കുന്ന സഭാകരണീയ ശ്രീ ഹരിപ്രസാദ് സാഗർ, മറ്റ് ശിഷ്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങൾ, ശ്രീ വിദ്യാവിരാജ ചട്ടമ്പി സാർ തിരുവഴികൾ, മഹാസമാധി പ്രാപിച്ചിട്ട് 100 വർഷം തികയാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഗുരുവർഷം 2024 എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹത്തായ സമാധി ആചരണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ പരമ്പരയിൽ സ്വാമികളുടെ ജീവിതത്തെയും അവിടുത്തെ സന്ദേശങ്ങളെയും മനുഷ്യരായ നമ്മൾ അടുത്തടുത്ത് അറിയേണ്ടത് അവശ്യ കർത്തവ്യമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ വേദിയിലും സദസ്സിലുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ വൈകിട്ടതിന് ആദ്യമേ ഉണ്ടായിരുന്നു. എനിക്ക് കേൾക്കണം, കൂടുതൽ പ്രഭാഷണങ്ങളും ചർച്ചകളും കേൾക്കണമെന്ന് ഏകാധികാര നിരൂപണത്തിനെ കുറിച്ചായതുകൊണ്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഴിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് മുൻപുള്ള പ്രഭാഷകർ പറഞ്ഞതെന്നും അതിൻ്റെ ആവർത്തനമാവുമോ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് സ്വാമി ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എനിക്ക് പറയാനുള്ളത്. വേദാധികാര നിരൂപണത്തിനെ കുറിച്ച് അറിവുണ്ട്. അത് ഒരുപക്ഷെ ഒരു ആത്മീയ സ്ട്രീമിനേക്കാളും അധികം സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവലിലൊക്കെ പ്രധാനപ്പെട്ട സംഭവിച്ചിട്ടുള്ള ഒരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ചട്ടസ്വാമി ആർക്കൈവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ അവിടെ വരുന്ന ഒരു ചോദ്യം പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, സാമൂഹ്യ പരിഷ്കരണ കാര്യങ്ങൾ ഇതൊക്കെ ചട്ടസ്വാമി ആർക്കൈവിലൂടെയും ആ സോഷ്യൽ മീഡിയയിലെയും ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ വരുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങളെന്തിനാ ഈ സ്വാമിയുടെ കാര്യങ്ങളിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്, എന്തിനാ ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. സ്വാമി എന്തെല്ലാം ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനല്ലേ ഈ ചട്ടസ്വാമി ആർക്കൈവ് അതുപോലെ സ്വാമി കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളൊക്കെ നിർത്തേണ്ടത് എന്നുള്ള ചോദ്യം എപ്പോഴും വരും. പലപ്പോഴും ഇൻസൾട്ടിങ്ങായിട്ട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, നമുക്കൊക്കെ പലപ്പോഴും അതിന് വിഷമം തോന്നിയിട്ടുണ്ട്, നമ്മളെന്താ ഇങ്ങനെ മാറിപ്പോകുന്നത്. പക്ഷെ നമ്മൾ വേദാധികാര നിരൂപണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വേദാധികാര നിരൂപണം ഒരിക്കലും ഒരു ആത്മീയ സ്ട്രീമിൽ ആത്മീയ വികാസത്തിനെ കുറിച്ചോ ആത്മീയ കാര്യങ്ങളെ കുറിച്ചോ മതകാര്യങ്ങളെ കുറിച്ചോ ഉള്ള ഒരു പുസ്തകമല്ല. എനിക്ക് തോന്നുന്നു അതിവിടെ ചർച്ചയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണുന്നു. ഇത് ശരിക്കും ഒരു ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച്, അത്തരം വികസനങ്ങൾ, സമൂഹത്തിൻ്റെ അത്തരം വികസനങ്ങളെ കുറിച്ച് വളരെ കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഒരുപക്ഷെ നമ്മൾ കുമ്പളത്തിൽ ശങ്കുള്ള സാറിനെ തന്നെ എടുത്താൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കും. അദ്ദേഹം ഒരു സ്പിരിച്വൽ സ്ട്രീമിലേക്കല്ല ഒരിക്കലും പോയിരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രചോദനം സ്വാമിയായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, സ്വാമിക്ക് ആത്മീയ സ്ട്രീമിനും അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടെന്ന്. അതും ഇതുപോലെയുള്ള ശക്തരായ മനുഷ്യരെ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ സ്വാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ തന്നെ പല വ്യക്തികളെയും നമുക്ക് ഉദാഹരണമായി എടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് വേദാധികാരം നിരൂപണത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? നമ്മളൊരു രാഷ്ട്രീയപരമായി എടുത്താൽ തന്നെ നമ്മൾ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഒരു പൊളിറ്റിക്കൽ ദർശനം, രാഷ്ട്രീയ ദർശനം അല്ലെങ്കിൽ അങ്ങനെ ഒന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം എന്താ പറയുന്നത്? ഈ ഭൗതിക സൗകര്യങ്ങൾ തുല്യമായി എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നത്. വെറും 30 പേജോ 40 പേജോ ഉള്ള ഒരു ഗ്രന്ഥമാണ്. പക്ഷെ അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തമായ ഒരു രാഷ്ട്രീയ ദർശനം വയ്ക്കുന്ന ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. പെട്ടെന്ന് അതിൽ ഒരുപക്ഷെ ആ വേദാധികാര നിരൂപണം നമ്മുടെ ഗവേഷണങ്ങളിൽ, നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ വായനയിലൊക്കെ ഔട്ട്സ്ട്രീം ചെയ്യപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത് അതിൻ്റെ ശീർഷകം ഒന്നുകൊണ്ട് മാത്രമാണ് വേദാധികാര നിരൂപണം. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വേദങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച് നിരൂപണം നടത്തുന്ന ഒരു ഗ്രന്ഥമാണെന്നാണ്. മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ, വേദപഠനത്തിന് ഒക്കെയുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്നാണ് പൊതുവെ ആ ശീർഷകം നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. എനിക്കും ഒരു കാലത്ത് അങ്ങനെ തന്നെ തോന്നിയിരുന്നു. പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടത് വായിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അതല്ല. ശരിക്കും അത് സമ്പത്തിനെ കുറിച്ചാണ് വേദാധികാര നിരൂപണം പറയുന്നതെന്ന് ഞാൻ പറയുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണ്? അറിവാണ്. ഇപ്പൊ നമ്മുടെ ഒരു യുദ്ധത്തിൽ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു മസിൽ പവറാണ് മറ്റ് രാഷ്ട്രങ്ങളെ സമ്പത്ത് കീഴടക്കാനും അത് പോഷിപ്പിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഉപയോഗിക്കപ്പെട്ടിരുന്നത് മസിൽ പവറാണ്. അത് കഴിഞ്ഞ് വെൽത്തായി, ധനമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് അറിവിലാണ്. നമ്മുടെ യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ ഒരു പോർ വിമാനം എടുത്താലും അതിനകത്ത് എംബെഡ് ചെയ്തിരിക്കുന്നത് അറിവാണ്. അതിന് കമ്പ്യൂട്ടർ ചിപ്പായി വെച്ചിരിക്കുന്നത് അറിവാണ്. ഇതുപോലെ തന്നെ ഒരു പ്രഷർ കുക്കറിന്റെ ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ പ്രഷർ കുക്കറിന്റെ ടെക്നോളജിയെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഏറ്റവും വിലയുള്ള കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനം അല്ലെങ്കിൽ
അറിവാണ്. ഈ അറിവിനെയാണ് സ്വാമി വേദാധികാര നിരൂപണത്തിൽ ചർച്ച ചെയ്യുന്നത്. വേദം എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതുവരെ ആർജിച്ച എല്ലാ അറിവുകളും, അത് ആർക്കിടെക്ചർ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, വൈദ്യമാവാം, എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവുകൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വത്താണ് ഈ വേദം. അപ്പോൾ വേദം പഠിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് ആർജിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് പുരോഹിത വർഗം വളരെ തന്ത്രപരമായി സാധാരണ ജനങ്ങൾക്ക് അറിവ് കിട്ടാതിരിക്കാൻ, അങ്ങനെ അറിവില്ലാത്തവരായി ഭൂരിപക്ഷം ജനങ്ങളെയും സപ്രസ് ചെയ്ത് വയ്ക്കുവാനും, അങ്ങനെ ഭൗതിക സമ്പത്തുകളൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരമൊക്കെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുവാനും വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വേദപഠനം നിഷേധിച്ചിരുന്നത്. വേദപഠനം മതപഠനം മാത്രമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പം അത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേദാധികാര നിരൂപണം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പാശ്ചാത്യ സർവകലാശാല ഈ സ്വാമി 1880-കളിൽ പുറത്തു കൊണ്ടുവന്ന ഈ ഒരു ആശയം ഇന്ന് വിദേശ സർവകലാശാലകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അറിവ് സാധാരണക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത് നിഷേധിക്കുക ഏറ്റവും വലിയ വെൽത്ത് അറിവായതുകൊണ്ട് നമ്മൾ ഈ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന പല അറിവുകളും മൊണോപ്പൊളൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിലെ തന്നെ ഒരു സർവകലാശാലയിൽ 5-10 വർഷം ഗവേഷണം നടത്തിയ ഒരു കുട്ടി കണ്ടെത്തുന്ന കാര്യങ്ങൾ പുസ്തകമായോ ജേണലിലെ ലേഖനങ്ങളായോ പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ഇത് മിക്കവാറും പ്രസിദ്ധീകരിക്കുന്ന നേച്ചർ പോലുള്ള വിദേശ ജേണലുകളിലാണ്. അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ അതിന് വിലയുള്ളതായിട്ട് കണക്കാക്കുകയുള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഗവേഷണത്തിന്റെ ഒരു ഫലം അങ്ങനെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ ഗവേഷണം നടത്തിയ സ്ഥാപനത്തിൽ ഉള്ള മറ്റ് വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ വായിക്കണമെങ്കിൽ നമ്മൾ 2-3 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ വിദേശ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും. അത്തരം ഒരു അവസ്ഥയിലാണ് ഈ അറിവ് ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അപ്പം ഈ അറിവ് ഈ ഒരു കുട്ടി ഗവേഷണം നടത്തിയ ഒരു പ്രബന്ധം കൊണ്ടുവരുന്നത് അത് ആ കുട്ടി കൊടുത്ത ഫീസ് എന്ന് പറയുന്നത് 50,000-25,000 രൂപയായിരിക്കും. പക്ഷെ അതല്ലല്ലോ അതിനുവേണ്ടി ചിലവായത്. അതിനുവേണ്ടി എത്രയോ ആ സർവകലാശാലയിലെ ലാബ് ഫെസിലിറ്റീസ്, അവിടെയുള്ള കൺസ്യൂമബിൾസ്, കെമിക്കൽസ്, എത്രയോ അധ്യാപകരുടെ സേവനം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ട ചെലവ് വരുന്നത് പബ്ലിക് ഫണ്ടിൽ നിന്ന് പൊതുജനങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. പാവപ്പെട്ട കൃഷിക്കാരനും വിയർപ്പൊഴുക്കിയതിന്റെ ഫലമായി പേ ചെയ്യുന്ന ടാക്സിൽ നിന്നാണ് ഈ കുട്ടി പഠിക്കുന്നത്. അയാൾ 50,000 രൂപയോ 5 ലക്ഷം രൂപയോ ഫീസായി കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ സമൂഹം ഈ ഗവേഷണ പ്രോജക്റ്റിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലം സമൂഹത്തിന് തിരിച്ചു കിട്ടുന്നുണ്ടോ? തിരിച്ചു കിട്ടുന്നില്ല. ഇതൊരു പബ്ലിക്കേഷനായി പ്രസിദ്ധീകരിച്ചാൽ തന്നെ അത് വിദേശ സർവകലാശാലയുടെ ഒരു ഇന്റർനാഷണൽ പബ്ലിഷർ പ്രസിദ്ധീകരിച്ചാൽ അത് നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല, നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല. ജേണൽ ആർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനേക്കാളും വളരെ പ്രധാനമാണ്, അത് റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരനെ ആർജിച്ച അറിയുന്ന ഒരു സമ്പത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് മൊണോപ്പൊളൈസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനെതിരെയാണ് വിദേശ സർവകലാശാലകളിൽ ഓപ്പൺ ആക്സസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ട് കൊണ്ട് നടത്തിയ ഗവേഷണങ്ങളുടെ ഫലം സുതാര്യമായിരിക്കണം. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റണം. അത് സമൂഹ പരിഷ്കരണത്തിന് വേണ്ടി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം എന്ന് പറയുന്ന ഈ ഒരു 15 വർഷം കൊണ്ട് വന്നിട്ടുള്ള ഓപ്പൺ ആക്സസ് ഇനിഷ്യേറ്റീവിന്റെ ആ ആശയം ശരിക്കും വേദാധികാര നിരൂപണത്തിൽ 1880-ൽ തന്നെ സ്വാമി മുമ്പോട്ട് വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ വേദാധികാര നിരൂപണത്തിലെ ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ആ തരത്തിലാണ് വേദാധികാര നിരൂപണം എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേദാധികാര നിരൂപണത്തിന്റെ ചരിത്രപരമായ ഒരു പ്രാധാന്യം എടുത്താൽ തന്നെ ഈ വേദാധികാര നിരൂപണം പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നതിനും 2-3 ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ചെറിയ ചെറിയ സമൂഹ സദസ്സുകളിൽ ജ്ഞാനപ്രചാരത്തിൽ മറ്റേ പെരുമലകൃഷ്ണൻ വൈദ്യന്റെ സഹൃദയ സമാജത്തിൽ, കരുനാഗപ്പള്ളിയിലെ അദ്വൈത സഭയിൽ, ഇരിങ്ങാലക്കുടയിലെ അച്ചുടയങ്ങളുടെ സദസ്സിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പ്രബന്ധങ്ങളാണ് പിന്നീട് വേദാധികാര നിരൂപണമായി രൂപപ്പെടുത്തി പുസ്തക രൂപത്തിൽ വരുന്നത്. 1880-കളിൽ തന്നെ ഈ മാനുസ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലുള്ള ഒരു ആശയം തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന് ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക്, ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ട പ്രചോദനം നൽകിയത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ 80-കൾ തൊട്ട് അദ്വൈത സഭയിലോ മറ്റേ സഹൃദയ സമാജം, പെരുന്നലി കൃഷ്ണന്റെ സഹൃദയ സമാജത്തിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗുരുവും അതിനകത്ത് പാർട്ടിസിപ്പൻ്റാണ്.
ഗുരുവും അതിനകത്ത് പക്ഷേ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചർച്ച ചെയ്ത് ഇംപ്രൂവ് ചെയ്ത ഒരു മാനുസ്ക്രിപ്റ്റാണ് വേദാധികാര നിരൂപണമായി പുസ്തകം വരുന്നത്. ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ശരിക്കും ഗുരുവാണ്. ഗുരുവിന്റെ ആദ്യത്തെ ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുന്ന അരുപ്പുറത്ത് നടക്കുന്ന ക്ഷേത്രപ്രതിഷ്ഠ വേദാധികാര നിരൂപണത്തിലെ ആശയങ്ങളാൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. കരുവ കൃഷ്ണനാശൻ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് ഗുരുവിനെ ശിവനായി കണ്ട് അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് കരുവ കൃഷ്ണനാശന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മതപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടായാലും സാമൂഹ്യ പരിഷ്കരണങ്ങളിലായാലും വേദാധികാര നിരൂപണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ഒരു മതത്തിനകത്ത് ഒരു ചെറിയ സ്ട്രീമിനകത്ത് മാത്രം നിർത്തി നമ്മൾ പഠിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കാളും പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ ദർശനത്തിന്റെ തന്നെ ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസത്തിന്റെ പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് പറയാവുന്നത്, കമ്മ്യൂണിസം ഭൗതിക സമ്പത്തുകൾ മാത്രം തുല്യമായി വിതരണം തുല്യമായി വീതിച്ചു കൊടുക്കാൻ ഉള്ള കാര്യം മാത്രമേ കമ്മ്യൂണിസം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ഭൗതിക സമ്പത്തുകൾ മാത്രം നമ്മൾ തുല്യമായി വീതിച്ചു കൊടുത്താൽ അവരെ അതിനുവേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യാതെ, അതിനുവേണ്ടി അറിവ് പകർന്നു കൊടുക്കാതെ അവർക്ക് ഇത് പോഷിപ്പിക്കാനും നിലനിർത്താനും സാധ്യമല്ല. അത് നമ്മൾ കണ്ടതാണ്. കമ്മ്യൂണിസം ചെയ്താൽ ഈ ലാൻഡ് റിഫോംസിന്റെ കാര്യം എടുത്താൽ തന്നെ മതി. ലാൻഡ് തുല്യമായി വീതിച്ചു കൊടുത്തു. പക്ഷെ അതുകൊണ്ട് പിന്നെ എന്ത് ഗുണമായാണ് ഉണ്ടായത്? ഇവിടെയുള്ള സർവ്വ കൃഷി നശിച്ചു, ഈ ഭൂമി ഉപയോഗമില്ലാതായി. കമ്മ്യൂണിസം ഉദ്ദേശിച്ച ഒരു ഗുണം അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ എടുത്താലും. അപ്പോൾ ഈ തന്ത്രം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പുരോഹിത വർഗം അറിവ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. അറിവ് നമുക്ക് നമ്മൾ അറിവ് സാധാരണക്കാരൻ എത്താതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സമ്പത്തിനെ, അവരുടെ രാഷ്ട്രീയ അധികാരത്തിനെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തന്ത്രമാണ് പുരോഹിത വർഗം ഉപയോഗിച്ചത്. അതിനെതിരെ ഒരുപക്ഷെ കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് വേദാധികാര നിരൂപണം തന്നെയാണ്. വേദാധികാര നിരൂപണത്തിന്റെ മറ്റൊരു പ്രസക്തി എടുത്താൽ നമ്മൾ ഈ ദളിത് ലിറ്ററേച്ചർ, ദളിത് സാഹിത്യം എന്നൊക്കെ ഇന്ന് കേൾക്കുന്നുണ്ട്. ഈ ദളിത് സാഹിത്യമൊക്കെ ഒരു 20 വർഷത്തിന് ഇപ്പുറം പോയിന്റ് ചെയ്യപ്പെട്ട വാക്കുകളാണ്. ഒരുപക്ഷെ വിദേശ സർവകലാശാലകളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന സബൾട്ടൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു പഠന വിഭാഗമുണ്ട്. സബൾട്ടൺ സ്റ്റഡീസ് അതും 20 വർഷത്തിന് ഇപ്പുറമാണ് ഈ സബൾട്ടൺ സ്റ്റഡീസ് ദളിത് സാഹിത്യമൊക്കെ വരുന്നത്. ഇത് 1880-കളിൽ തൊട്ട് ചട്ടൻസ്വാമിയുടെ കൃതികളിൽ കാണാം. അതിലെ പ്രധാനപ്പെട്ട ഒരു കൃതി തന്നെയാണ് വേദാധികാര നിരൂപണം. ചട്ടൻസ്വാമി ഒരു മാർജിനലൈസ് ചെയ്ത ആളുകളുടെ ഒരു വ്യൂവിലൂടെയാണ് ചരിത്രത്തെ, സമൂഹത്തെ, മതത്തെ എല്ലാം കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന ഒരു ഗ്രന്ഥമാണ് ഈ വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രാചീന മലയാളം എടുത്താലും ഈ ചരിത്രം എന്ന് പറയുന്നത് സ്വാമിയുടെ പ്രാചീന മലയാളം വരുന്നത് വരെ രാജാക്കന്മാരുടെ പരമ്പരകളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും മാത്രം പറയുന്ന കാര്യങ്ങളായിരുന്നു അന്നത്തെ ചരിത്രം. പക്ഷെ ചരിത്രത്തിൽ നമ്മൾ പത്മനാഭമേനോനെടുത്താലും ഒരുപക്ഷെ വില്യം ലോഗനെടുത്താലും നമുക്ക് സാധാരണക്കാരെയൊന്നും അവരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ചട്ടൻസ്വാമികളാണ് ആദ്യമായി ചരിത്രത്തിൽ സാധാരണക്കാരൻ, താഴ്ന്ന ജാതിയിലുള്ളവർ, എല്ലാ വർഗ്ഗങ്ങളിലുള്ളവരും ചരിത്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്ന സ്വാമികളാണ്, പ്രാചീന മലയാളമാണ്. മാത്രമല്ല ഒരു ഗവേഷണ രീതിശാസ്ത്രം കേരളത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥങ്ങളാണ് പ്രാചീന മലയാളം. പിന്നെ പ്രാചീന മലയാളവും ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ വ്യൂവിലൂടെ തന്നെയാണ് ചരിത്രത്തെ കാണുന്നത്. പ്രാചീന മലയാളത്തിലും വേദാധികാര നിരൂപണത്തിലും ചട്ടൻസ്വാമി പറഞ്ഞു വയ്ക്കാത്ത ഒരു കാര്യങ്ങളും ഇവിടെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ആകട്ടെ, വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആകട്ടെ, ഏതെങ്കിലും ഒരു പരിഷ്കരണ പ്രസ്ഥാനമാകട്ടെ ആവശ്യപ്പെടുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മളിത് വായിച്ചിട്ട് നമ്മൾ കേരള ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പ്രാചീന മലയാളം എന്താ പറയുന്നത്? പ്രാചീന മലയാളം പറയുന്നത് ഇവിടെയുള്ള ആദിമ നിവാസികളുടെ, സാധാരണക്കാരുടെ, ആദിമ നിവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന താഴ്ന്ന ജാതിക്കാരും കാട്ടുജാതിക്കാരും ഒക്കെയാണ്. അവരുടേതാണ് കേരളത്തിന്റെ സമ്പത്ത് മൊത്തം എന്നാണ് സ്വാമി പറയുന്നത്. അതായത് കേരളം പരശുരാമന്റെ ഐതിഹ്യം തന്നെ സ്വാമി നിഷേധിക്കുന്നുണ്ട്. കടൽ മാറിയ പ്രദേശമാണ്. അവിടെ ഈ മലകളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ ആദ്യ നിവാസികൾ താഴേക്ക് ഇറങ്ങി വന്ന് കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമാക്കിയ ഒരു പ്രദേശമാണ് കേരളം. ഈ സമ്പത്ത് അവരുടേതാണ്. അവരെ ചതിച്ചു കഴിഞ്ഞിട്ടാണ് ഈ മറ്റുള്ളവർ ഈ സമ്പത്തുകൾ കരസ്ഥമാക്കിയത് എന്നാണ് സ്വാമി പറയുന്നത്. ഇത് അവർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പ്രാചീന മലയാളം തന്നെ. പ്രാചീന മലയാളത്തിനെ കുറിച്ചും ഈ വേദാധികാര നിരൂപണത്തിനെ പോലെ
ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം സ്വാമിയുടെ അതൊരു പ്ലാൻഡ് വർക്കായിരുന്നു. പ്രാചീന മലയാളത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇത് 6 ഭാഗമോ 8 ഭാഗമോ ഉള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണെന്നാണ്. പക്ഷേ പ്രാചീന മലയാളം ഒരു ഭാഗം മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ മുമ്പ്. അതും കുമ്പളത്തെ ശങ്കുള്ള ജയത്തിന്റെ സമഫലമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ആ കൃതി രചിച്ച് 30-40 വർഷത്തിന് ശേഷമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സമഫലമായി. പക്ഷെ അത് ആദ്യ ഭാഗം മാത്രമാണ്. ആദ്യ ഭാഗത്തിൽ പ്രധാനമായിട്ടും അത് സ്പർശിക്കുന്നത് നായന്മാരുടെ ചരിത്രമാണ്. അപ്പോൾ അതോടുകൂടെ എല്ലാവരും പിന്നെ നമ്മൾ ഈ 6 ഭാഗമുള്ള കൃതികളെന്നൊക്കെ ചരിത്രകാരന്മാർ പറയാൻ തുടങ്ങി അതൊക്കെ സ്വാമി വെറുതെ ഉയർത്തി വെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇതൊരു നായർ മാഹാത്മ്യം പറയുന്ന ഒരു കൃതിയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ മലയാള വാരികയിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് സ്വാമി ഒരു ശൂദ്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റേ ചരിത്രം സമൂഹത്തിനെയൊക്കെ കാണുന്നതാണ് പ്രാചീന മലയാളം എന്നാണ്. പക്ഷെ അത് 100 വർഷത്തിന് ശേഷം വൈക്കം വിവേകാനന്ദൻ സാറ് പ്രാചീന മലയാളത്തിന്റെ 2ാം ഭാഗം കണ്ടെടുത്തു. 2ാം ഭാഗം കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നായർ കഴിഞ്ഞ് മറ്റുള്ള ജാതികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നായർ തൊട്ട് താഴെ അറ്റമുള്ള പുരയും പറയും അത്തരം ജാതികളെ വരെ പറയുന്ന വിവിധ ഭാഗങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് തന്നെ ഒരുപക്ഷെ ഈ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഈ താഴ്ത്തിക്കെട്ടിയ ഇവർക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് അവരുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടാക്കി അവർക്ക് മറ്റുള്ളവർക്ക് തുല്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങളും അവർക്ക് തുല്യരാണ്, അവരെ പോലെ തന്നെ ഒരു പാരമ്പര്യം ഒരു ചരിത്രം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ളൊരു ബോധം ജനിപ്പിക്കലാണ് ഈ കൃതി കൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രമല്ല ചരിത്രത്തിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും മാത്രം അതിലെ പ്രാചീന മലയാളത്തിൽ സ്വാമി പറയുന്ന ഓരോ വാദങ്ങൾക്കും ഓരോ ആശയങ്ങൾക്കും ഓരോ സെന്റൻസിനും അദ്ദേഹം അതോറിറ്റേറ്റീവായിട്ടുള്ള സോഴ്സസ് തോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഗവേഷണ രീതിശാസ്ത്രം ഉപയോഗിച്ച് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കേരള ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് സ്വാമിയുടെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അതുപോലെ ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം അതുപോലെ തന്നെയാണ്. ആദിഭാഷയ്ക്ക് തുല്യമായ ആദിഭാഷ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഭാഷയെക്കുറിച്ച് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഈ ആദിഭാഷയ്ക്ക് തുല്യമായ ഗ്രന്ഥം നമുക്ക് കേരളത്തിൽ 13 സർവകലാശാലകളുണ്ട്, 10-300 കോളേജുകളുണ്ട്. ഇവിടെ എല്ലാം മലയാള വിഭാഗങ്ങളുണ്ട്, തമിഴ് പഠന വിഭാഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായ പ്രബന്ധങ്ങളിൽ ഒരൊറ്റ പ്രബന്ധം പോലും ഒരുപക്ഷെ 10,000 പ്രബന്ധങ്ങളെങ്കിലും മലയാളത്തെക്കുറിച്ച് മലയാള ഭാഷയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ പ്രബന്ധത്തിനും ആദിഭാഷയ്ക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ പ്രബന്ധ രചയിതാക്കൾക്കോ നമ്മുടെ അക്കാഡമിഷ്യൻസിനോ ആദിഭാഷ വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആദിഭാഷയെ കുറിച്ച് ഒരു ലേഖനം പോലും അടുത്ത കാലത്ത് വരെ ഒരു അക്കാഡമിക് അതും ആദിഭാഷ രചിച്ച കാലത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു നമ്മളിന്നത്തെ PhD ഗവേഷണ പ്രബന്ധങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ചിന്താചരം ഇതുപോലെയുള്ള പല ആളുകളുടെയും അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ മാസം സ്റ്റൈഫൻഡും ഒക്കെ ആയി വാങ്ങിക്കൊണ്ടാണ് ഈ പ്രബന്ധങ്ങൾ രചിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഈ ഐക്യയുടെ കാലത്ത് ഈ നെറ്റ്വർക്ക് സൊസൈറ്റികൾ നമ്മുടെ വിരൽത്തുമ്പുകളിലാണ്. ഇത്തരം കാലത്ത് സ്വാമിയുടെ പ്രബന്ധത്തെ പോലെയുള്ള ഒരു പ്രബന്ധം കോടിക്കണക്കിന് രൂപ ഗവേഷണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ സർവകലാശാലകൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്വാമിയുടെ സ്ഥാനം എന്താ, സ്വാമി ആരാണെന്ന്. വെറും പലയിടത്തു നിന്ന് കിട്ടുന്ന തുണ്ട് പെൻസിലുകളും എടുത്ത് കുട്ടികളുടെ ഏതെങ്കിലും പോകുന്ന വീട്ടിലെ കുട്ടികളുടെ നോട്ട്ബുക്കിന്റെ കടലാസ് കീറി മനസ്സിലുള്ള ഒരു പദ്ധതി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തോട് ചെയ്ത പാപം എന്ന് പറയുന്നത് ഇദ്ദേഹം പല സ്ഥലത്തും രചിച്ച് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നൽകിപ്പോയ ഈ കൃതികളുടെ ഭാഗങ്ങൾ ശേഖരിക്കാനോ അത് ഭംഗിയായി പകർത്തി എഴുതി പ്രസിദ്ധീകരിക്കാനോ ഇല്ല എന്നുള്ളത് കേരളത്തിന്റെ മലയാളികളുടെ ഗവേഷകരുടെ വലിയ നഷ്ടമാണ്. ഇത് ഹൃദയമാനിക്കുന്നത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോൾ കണ്ടെത്തുന്ന ഈ സുരേഷ് മാധവനെ പോലുള്ള ആളുകൾ കണ്ടെത്തിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവർ പറഞ്ഞതാണ്. ഇതൊക്കെ പാർഷ്യലായിട്ടാണ് നമുക്ക് റെക്കവർ ചെയ്യാൻ പറ്റുന്നത്. ഈ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കാണിച്ച അലംഭാവം എത്ര വലിയ നഷ്ടമാണ് നമ്മുടെ ചരിത്രത്തിന് നമ്മുടെ ഗവേഷണത്തിന് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുമെന്നാണ് ഹൃദയമാനിക്കുന്നത് ഒരു പ്രാവശ്യം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വേദാധികാര നിരൂപണം മറ്റേ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ മതത്തിനെക്കുറിച്ചോ ഉള്ള ഒരു സ്ട്രീം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മളത് പഠിക്കേണ്ട ഒരുപാട് ഗവേഷണങ്ങൾ
പൊളിറ്റിക്കൽ വിഭാഗത്തിൽ നിന്നായാലും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ നിന്നായാലും സാമൂഹ്യ വിസ്തരണത്തിന്റെ കാര്യത്തിൽ നിന്നായാലും ഒരുപാട് ഗവേഷണങ്ങൾക്ക് ഈ പുസ്തകം എടുത്തു വെച്ച് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സ്വാമിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ എനിക്ക് ഈ സ്വാമിയുടെ കാര്യങ്ങളിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട്. സ്വാമിയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. കാരണം സിമ്പിൾ ഒരു കാര്യം എടുത്താൽ മതി. ഈ ശബരിമലയിൽ മറ്റേ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാണിച്ച കോമാളിത്തങ്ങൾ, ഇതുപോലെ സ്ത്രീ സമത്വത്തിനെ കുറിച്ച് ഇവിടെ പറയുന്ന തമാശകൾ, ക്ഷേത്രപ്രവേശനത്തിനെ കുറിച്ച് ഇവിടെ പറയുന്ന തമാശകൾ, ക്ഷേത്രം പൂജയും അതുമൊക്കെ ആരൊക്കെ ചെയ്യണമെന്നുള്ളത്, ഇതിനൊക്കെയുള്ള മറുപടി സ്വാമിയുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ ഈ ശബരിമലയിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനുള്ള എല്ലാ മറുപടികളും ഉള്ള ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം പ്രിന്റിലില്ല, ഇവിടെ കിട്ടാനില്ല, ഒരു കോപ്പി കിട്ടാനില്ല. ഇതെടുത്ത് വായിച്ചിട്ട് ഇതിന് മറുപടി പറയാൻ ആർക്കും കഴിയുന്ന ഒരു സാഹചര്യമില്ല. ആ സമയത്ത് ഏറ്റവും പ്രചരിപ്പിക്കേണ്ടിയിരുന്ന ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. ഒരുപക്ഷെ ഈ കാര്യങ്ങളെ ഖണ്ഡിക്കാൻ ഇവിടെ ഈ പാർട്ടികളും നവനവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്. ഇതിലെ ചില ഭാഗങ്ങളെടുത്ത് വായിച്ചാൽ മതി, മാത്രം മതിയാവുന്ന പറ്റിയ മറുപടി കൊടുക്കാൻ. ഇപ്പൊ സ്ത്രീ സമത്വം, ഈ സ്ത്രീ സമത്വത്തിനെ പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന് പറയുന്ന സ്വാമിയുടെ ഗ്രന്ഥമുണ്ട്. അതിനപ്പുറത്ത് എന്താ പറയാനുള്ളത് ഈ പറയുന്നതിന്? അപ്പൊ ഈ സ്വാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സ്വാമിയുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. അതിന് വേണ്ടത് സ്വാമിയുടെ എല്ലാ പുസ്തകങ്ങളും പഠനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കുകയും അത് എല്ലാ സ്ഥലത്തും ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല വേദാധികാര നിരൂപണത്തിനെ കുറിച്ച് നമുക്കൊരു 10 or 20 ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഗവേഷണം കേരളത്തിലെ സർവകലാശാലകളിൽ നടത്താൻ പറ്റും, ആദിഭാഷയെക്കുറിച്ച് നടത്താൻ പറ്റും. ആദിഭാഷ തന്നെ എത്രയോ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഉള്ള സബ്ജക്റ്റ് ഉള്ള ഒരു ഗ്രന്ഥമാണ് ആദിഭാഷ. നമുക്ക് ഇന്നും ആദിഭാഷ എന്താ പറയുക അഴിക്കാൻ പറ്റത്തില്ല എന്നാണ് ഒരാളെ പറയുന്നത്. ആ പുസ്തകം ഒരു കാര്യവും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് വേണമെങ്കിൽ അതിൻ്റെ സ്വാമി പറയുന്ന ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് നമ്മൾ അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയോ കാലം വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം ഗ്രന്ഥങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുക, അതിൻ്റെ പഠനങ്ങളോടുകൂടി അവ പ്രസിദ്ധീകരിക്കുക, അവ പ്രചരിപ്പിക്കുക, ഒപ്പം തന്നെ ഓരോ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് സ്വാമിയുടെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിന് വേണ്ട ഒരു ബേസ് എന്ന് പറയുന്നത് സ്വാമിയുടെ ഗ്രന്ഥങ്ങളും ഈ സ്വാമി ഉപയോഗിച്ചതും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു വലിയൊരു ഗവേഷണ കേന്ദ്രവും ഒരു ലൈബ്രറിയുമാണ് സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ആവശ്യമുള്ളത്. അപ്പോൾ സ്വാമിയുടെ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുക വളരെ പ്രധാനമാണ്. അത് നമ്മൾ അത്ര ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്വാമിയുടെ പല ഗ്രന്ഥങ്ങളും എനിക്ക് തോന്നുന്നു ചില സ്വാമി അതേപോലെ ചില ഗ്രൂപ്പുകൾ കുറച്ചൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവ ഔട്ട് ഓഫ് പ്രിന്റ് ആണ് എന്നുള്ളതൊന്ന്, ഇത് ലഭ്യമല്ല എന്നുള്ളതൊന്ന്, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേദാധികാര നിരൂപണത്തിന് അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് എല്ലാ വിഷയവിഭാഗങ്ങളിലും വേദാധികാര നിരൂപണത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ആ അപ്രോച്ച്, പൊളിറ്റിക്കൽ അപ്രോച്ച്, എക്കണോമിക് അപ്രോച്ച്, സോഷ്യൽ അപ്രോച്ച്, ഈവൻ സ്പിരിച്വൽ അപ്രോച്ച്, ആ തരത്തിൽ ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് പന്മന ആശ്രമം. അതുകൊണ്ട് പന്മന ആശ്രമം മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.